ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി ദൈവം ഞങ്ങൾക്കൊരു അവസരം തന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. എൻ്റെ ഹസ്ബൻഡിനെ പറ്റിയാണ് ഒരു സാക്ഷ്യം പറയാനുള്ളത്. ഞങ്ങൾ യു എയിലായിരുന്നു വരുന്നത്. ഇപ്പോൾ താമസിക്കുന്ന മണ്ണഞ്ചേരിയിലാണ്. ഹസ്ബൻഡ് ഞാൻ 2019 വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഹസ്ബൻഡ് 2020 വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ആ പോയ സമയത്താണ് തിരിച്ച് ദുബൈയിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഹസ്ബൻഡിനെതിരായിട്ട് പഴയ വീടിൻ്റെ ഓണർ കേസ് കൊടുത്തിരിക്കുന്നതെന്ന്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു. അപ്പം ഞങ്ങൾ നിരന്തരം ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ യൂട്യൂബിലെ പ്രോഗ്രാംസ് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു, അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ പ്രാർത്ഥന ഞങ്ങൾ നിർത്താതെ ചൊല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ മോൻ ഇവിടെ വന്നിട്ട് അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ആ മധ്യസ്ഥീകരണ പ്രാർത്ഥന 75 ദിവസം ചൊല്ലാൻ പറഞ്ഞു. ഞങ്ങൾ കണ്ടിന്യൂസ് നിർത്താതെ 75 ഡേയ്സ് ചൊല്ലി. ആ ചൊല്ലുന്ന സമയത്ത് തന്നെ ഒരു മൂവ്മെൻറ്റ്സൊക്കെ അവിടെ നടന്നു. അത് കഴിഞ്ഞിട്ട് 90 ഡേയ്സ് ആയപ്പം കംപ്ലീറ്റായിട്ട് ആ കേസിൻ്റെ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ കിട്ടി. ഞങ്ങൾ പിന്നെയും നാട്ടിൽ ഇവിടെ എയർപോർട്ടിൽ വന്നിട്ട് കൊച്ചി വഴി വന്നത് തന്നെ ഇവിടെ കയറി അമ്മയോട് പറഞ്ഞിട്ടേ ഞങ്ങൾ വീട്ടിൽ പോകത്തുള്ളൂ എന്ന് തീരുമാനം എടുത്തതിൻ്റെ പേരിലാണ് ഇവിടെ വന്നു. ഞങ്ങൾ 4 മണിക്ക് ഇവിടെ വന്ന് കയറി അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെ കണ്ടിട്ടാണ് പോയത്. ഇന്ന് ഞങ്ങൾ സാക്ഷ്യം പറയാൻ വന്നത്. ഹസ്ബൻഡ് വീണ്ടും ഉടമ്പടി പുതുക്കി. അപ്പം ഇന്ന് സാക്ഷ്യം പറഞ്ഞ് അനേകൾക്ക് അതൊരു വിടുതലിന് കാരണമാട്ടെ എന്ന് വിചാരിക്കുന്നു. ഈശോ ചെയ്ത വലിയ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും 100,000 കോടി നന്ദി പറയുന്നു. അത് അസാധ്യമായൊരു കാര്യമായിരുന്നു. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ അറബി കള്ളക്കേസ് കൊടുത്തതാണ്. ഞങ്ങൾക്കത് അറിയാൻ ഒത്തിരി താമസിച്ച് പോയതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പീലിന് പോകാനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ദൈവദൂതനെ പോലെ പലരെയും ദൈവം ഒരുക്കിയ ആ സമയത്ത് ആ ഒരുക്കിയ ആൾക്കാർ വഴി ഞങ്ങൾക്കൊരു വിടുതൽ ദൈവം തന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കിയനാട് ഈശോയ്ക്കും അമ്മയ്ക്കും 100,000 നന്ദി പറയുന്നു. രണ്ടാമത് 2019 ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഒരു നിയോഗം വെച്ചിരുന്നു. എൻ്റെ മോൻ്റെ ജോർജിയയിലാണ് പഠിച്ചത് മെഡിസിന്. ഇവിടെ വന്ന് FMGയുടെ എക്സാം എഴുതി. അവന് 4 മാസമേ പഠിക്കാൻ സമയം കിട്ടിയിരുന്നുള്ളൂ. ഇവിടെ വന്ന് അവന് ആ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. ഇവിടെ വന്ന് തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്തു. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും ദൈവത്തിന് 100,000 നന്ദി പറയുന്നു. അതും അമ്മയും തിരുക്കുമാരനും കൂടിയാണ് മോനെ പാസ്സാക്കിയത് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നന്ദി പറയുന്നു. അതുപോലെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എൻ്റെ കയ്യിൽ അലർജി വന്നിരുന്നു. ഞാൻ ആ ഉടമ്പടി തൈലം പുരട്ടി ആ അലർജി മാറി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഷോൾഡർ പൊക്കാൻ പറ്റാത്തവണ്ണം ഭയങ്കര വേദനയായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ഈ ഉടമ്പടി തൈലം അവിടെ പുരട്ടി എനിക്ക് സൗഖ്യം കിട്ടി. അതുപോലെ എനിക്ക് കണ്ണിൻ്റെ അവിടെ ഒരു ചെറിയൊരു അരിപ്പാറ പോലെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെയും ഞാൻ ഡെയിലി ഇത് പറ്റിക്കൊണ്ടേയിരുന്നു. അതും തന്നെത്താൻ പൊഴിഞ്ഞു പോയി. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞാൽ തീരാത്ത ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഈ കേസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ദർശനം കാണുന്നുണ്ട്. അമ്മയുടെ തിരുഹൃദയം ഇങ്ങനെ നെഞ്ചിങ്ങനെ വിതുമ്പി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ അവിടെ നിന്ന് കുറേ പേപ്പറുകൾ മേപ്പോട്ട് പറന്നു പോകുന്നുണ്ട്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് അമ്മ ഈശോയുടെ അടുത്തോട്ട് അയക്കുകയാണ്, നമ്മുടെ കേസ് ക്യാൻസലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് കയറിൽ എന്തോ കെട്ടി താഴോട്ട് വരുന്നുണ്ടെന്ന് ഒരു സമ്മാനം. അപ്പം ഞാൻ പറഞ്ഞു സാച്ചാ നമുക്ക് എന്തോ ഒരു സമ്മാനം ഈശോ ഒരുക്കി വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഷാർജയിലുള്ള ഒരു ബ്രദർ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിച്ച് ആ കേസിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചത്. അതിന് ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയ്ക്കും നന്ദി പറയുന്നു. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും 100,000 നന്ദി.